ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ തന്നെ ഒരു 9-9:30 ആയപ്പോൾ ചായയും അപ്പവും മുട്ടക്കറിയൊക്കെ കഴിച്ചിട്ട് ഇതാ പ്ലേറ്റുകൾ കഴുകാൻ വേണ്ടിയിട്ട് പ്ലേറ്റുകളൊക്കെ കഴുകുമ്പോൾ ഇതാ ഉമ്മ പറഞ്ഞു അരി ഇടാൻ വേണ്ടി. അങ്ങനെ അരിയൊക്കെ ഇട്ടു. അങ്ങനെ അരിയൊക്കെ ഇട്ട ശേഷം എന്താ ഇവിടെ പാത്രങ്ങളെല്ലാം അങ്ങ് രാവിലെ തന്നെ ഞങ്ങൾ കഴുകി അങ്ങ് വയ്ക്കും കേട്ടോ. എന്നും അങ്ങനെ റൊട്ടീനായിട്ടൊന്നുമില്ല. ചിലപ്പോൾ കൂടുതൽ ജോലിയുള്ളപ്പോൾ പെട്ടെന്ന് അങ്ങ് കഴുകിയിടും. അതാണ് ഏറ്റവും വലിയൊരു ബെസ്റ്റ് കേട്ടോ. നമ്മൾ പെട്ടെന്ന് ഈ മടി പിടിക്കുന്ന ദിവസങ്ങളിലും ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നല്ലതാണ്. അപ്പം ഞാൻ തുണി കഴുകാനുണ്ടായിരുന്നു. അപ്പം പൈപ്പ് ലൈനിൽ തുണി പൈപ്പ് ലൈനിൽ വെള്ളം 2 ദിവസം കൊണ്ട് വരുന്നില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് വരാത്തതുകൊണ്ട് ഇതാ നമ്മൾ സാധാരണ നോർമൽ പൈപ്പ് വെള്ളത്തിലാണ് ഞാൻ തുണി കഴുകുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം തുറന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒട്ടുമില്ല കേട്ടോ. ശകലം മാത്രമല്ല. ഞാൻ അങ്ങനെ അടുത്ത് കാര്യം പറയണു, അയ്യോ ഇന്നും വന്നില്ല വെള്ളം, അപ്പോൾ ഇനി വരുമായിരിക്കും. അപ്പം ഞാൻ ഇങ്ങനെ വെച്ച് തുണികൾ ഇങ്ങനെ കഴുകാൻ വേണ്ടി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ കൂടി വരും. അപ്പോൾ ഈ കൂട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് കഴുകാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ കഴിയുമ്പം ഒരുപാട് തുണികൾ കൂടത്തുമില്ല, അങ്ങനെ കൂടാറുമില്ല. അപ്പം എൻ്റെയും മോൻ്റെ സെപ്പറേറ്റ് ഇട്ടാണ് ഞാൻ കഴുകുന്നത് കേട്ടോ. അപ്പം ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇപ്പം ഒരുപാട് ഒരാഴ്ച അങ്ങനെയൊക്കെ നമ്മൾ ടൈം കിട്ടുമ്പോൾ അപ്പം തന്നെ കഴുകിയിടണം. പിന്നെ അതൊക്കെ തുണികളൊക്കെ ഒന്ന് സർഫ് കിട്ടിയിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ മുകളിൽ തൂത്ത് തുടയ്ക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഞാനിങ്ങനെ മുകളിൽ അങ്ങനെ ഒരുപാട് പ്രത്യേകിച്ച് അഴുക്കൊന്നുമില്ല, ആരും അങ്ങനെ കിടക്കാറൊന്നുമില്ല. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ ഒന്ന് വലയൊക്കെ അടിച്ച് തൂത്തൊക്കെ അങ്ങ് ക്ലീൻ ചെയ്ത് അങ്ങ് ഇടും കേട്ടോ. അങ്ങനെ ഒരുപാട് വലയൊന്നും കെട്ടാറില്ല, കാരണം എപ്പോഴും നമ്മൾ ഡെയിലി അല്ലെങ്കിൽ 2 ആഴ്ച ഒരിക്കലൊക്കെ തൂക്കാറുണ്ട്. പിന്നെ ഞാനുള്ളപ്പം ഇങ്ങനെ മാസത്തിലൊരിക്കലൊക്കെ ഇങ്ങനെ തൂത്ത് തുടയ്ക്കാറുണ്ട്. അപ്പം അത്ര അഴുക്കൊന്നും ആവാറില്ല. എപ്പോഴും മുകളിലാണ് എപ്പോഴും ക്ലീൻ ചെയ്തിടുന്നത്. അപ്പോൾ എൻ്റെ റൂം അങ്ങ് ക്ലീൻ ചെയ്തിട്ടതാ. ഇതൊക്കെ ഞാൻ വൃത്തിയാക്കിയപ്പോൾ നമ്മൾ റൂമിൽ വല്ല കയറുമ്പോൾ വൃത്തിയാക്കിയിടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന ഇങ്ങനെ പേപ്പർ വേസ്റ്റുകൾ അങ്ങനെയൊക്കെയാണ്, അത്രയൊക്കെ കാണുന്നുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വെള്ളം പിടിച്ച് ഇതും ആ സമയത്ത് തന്നെ നമ്മൾ കിണറ്റ് വെള്ളമാണ് കേട്ടോ. ഇത് ആ സമയത്ത് തന്നെ തുടയ്ക്കാൻ വേണ്ടി മനസ്സ് വന്നു കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങ് തുടച്ചിടാമെന്ന് വിചാരിച്ചു. ഒരു ബക്കറ്റ് വെള്ളത്തിൽ തന്നെ തുടച്ചിടാമെന്ന് വിചാരിച്ചു. കാരണം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പൊടികളും അഴുക്കുകളും പിന്നെയും കൂടും. അപ്പം കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, പൊടികളും അഴുക്കുകളും പിന്നെ കൂടും. അപ്പം ഞാൻ പെട്ടെന്ന് അങ്ങ് കഴുകിയിടും. അപ്പം ഇതാണ് ഹാള് കേട്ടോ. ഹാളിൽ അങ്ങനെ ഒന്നുമില്ല, കാരണം എല്ലാം ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ മൂടി ഇടും. പഴയ സാധനങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ മൂടി ഇടാൻ പതിവ്. പിന്നെ ഇതാ മേളിൽ തൂത്തിട്ട് ഇതാ തുടച്ചാന്ന് ഇടും. പ്ലെയിൻ സ്ഥലമുണ്ട്, പെട്ടെന്ന് അവിടെ തീരും. പിന്നെ ഇതാ എൻ്റെ സഹോദരൻ്റെ റൂമും ബ്രദറിൻ്റെ റൂമും ഇതേപോലെ തന്നെയാണ്. പെട്ടെന്ന് തൂത്ത് അങ്ങ് തുടച്ചങ്ങ് ഇടുക. അത്ര വൃത്തികേടൊന്നും ആവാറില്ല. അങ്ങ് ഈ പൊടികൾ റോഡിൻ്റെ സൈഡിലുള്ളപ്പോൾ ഭയങ്കര പൊടികൾ മാത്രമേ ഉള്ളൂ. ആ വെള്ളം ഞാൻ ഫ്ലവർ ബെഡിൽ അങ്ങ് ഒഴിയും കേട്ടോ. അവിടെ പിന്നെ റോഡ് സൈഡാണ്ട് ഭയങ്കര ഇടും. പിന്നെ താഴെ റൂമിൽ വന്നിട്ട് ഞാൻ ജനലിലെ കർട്ടനൊക്കെ മാറ്റിയിട്ട് പിന്നെ തുണികളൊക്കെ കഴുകിയിട്ട വീഡിയോ ഞാൻ ഇടാൻ പറ്റിയില്ല. ഭയങ്കര ടയേർഡായിപ്പോയി. ഭയങ്കര ജോലികളും കൂടെ ആയതുകൊണ്ട് പിന്നെ കഴുകിയിട്ടത് പെട്ടെന്ന് അങ്ങ് വിരിച്ചങ്ങ് ഇട്ടു കേട്ടോ. പിന്നെ മഴ വല്ല ചാറണമെന്ന് വിചാരിച്ചിട്ട് പുറത്തൊന്നും ഞാൻ അങ്ങനെ വിരിച്ചിട്ടൊന്നും ഇട്ടില്ല. പിന്നെ അതിന് ശേഷം റൂമിൽ വന്നു കേട്ടോ. റൂമിൽ വന്നിട്ട് നമ്മൾ കിടക്കുന്ന റൂം കുറച്ച് അലങ്കോലപ്പെട്ടാണ് കിടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബെഡ്ഷീറ്റൊക്കെ മാറിയിട്ട് അങ്ങ് കിടക്കും. അപ്പം അതൊക്കെ ഒന്ന് വിരിച്ചിട്ട് തലങ്ങണികളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടിട്ട് ഈ റൂം ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ഈ അലമാര വാങ്ങിച്ച വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം അവിടെ ഇങ്ങനെ തുണികളൊക്കെ ഇടുന്ന സമയത്തൊന്നും ഞാനങ്ങ് ക്ലീൻ ചെയ്തോ ഒന്നും ഞാൻ ഇട്ടില്ല, തുടച്ചൊന്നും ഇട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് തുടച്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അത്രയും നല്ല വൃത്തിയായിട്ട് കിടക്കുമല്ലോ. അപ്പം അങ്ങനെയാണ് കേട്ടോ. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അതൊക്കെ വെച്ചിട്ട് അടുത്ത വാപ്പാടെ റൂമാണ് കേട്ടോ. വാപ്പാടെ റൂമിൽ അധികം പൊടിയോ വേസ്റ്റോ ഒന്നും കാണത്തില്ല. ഇതുപോലെ ജസ്റ്റ് എന്തെങ്കിലും പൊടിയോ ഒരു പൊടികളോ ആയിരിക്കും കാണുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ അങ്ങ് 2 റൂമും തുടച്ചിട്ടു കേട്ടോ. അപ്പം ഹാളൊന്നും തുടച്ചില്ല കേട്ടോ. ഹാള് എപ്പോഴും കൂടുതൽ അഴുക്കാവുന്ന ഹാളാണ് കേട്ടോ. അപ്പം ഹാളിലൊന്നും ഞാനങ്ങനെ തുടച്ചൊന്നും അങ്ങനെ ഇട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ അങ്ങ് തുടച്ചങ്ങ് ഇടാം. പെട്ടെന്നങ്ങ് തുടച്ചങ്ങ് ഇട്ടു കേട്ടോ. അപ്പം അത്രത്തോളേ ഉള്ളായിരുന്നു. പെട്ടെന്ന് തുടച്ചിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നലത്തെ മഴയുടെ ഒരുപാട് മാവേലികളാണ് കേട്ടോ വന്ന് വീഴുന്നത്. എന്ന് വെച്ചാൽ
ഭയങ്കര മഴയായിരുന്നു. ഭയങ്കര ഇടിയും മിന്നലും കാറ്റും മഴയായിരുന്നു കേട്ടോ. അതിന് ശേഷം ദാ ഇങ്ങനെ എല്ലായിടവും മറ്റേ ബ്രഷ് ഉണ്ടല്ലോ അതിട്ട് നന്നായിട്ട് തുടച്ചങ്ങ് നന്നായിട്ടങ്ങ് പെട്ടെന്ന് നമുക്ക് തൂക്കാൻ പറ്റും കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. തൂക്കുന്നതിനെക്കാട്ടി എളുപ്പമാണ് മറ്റേ ചൂല് വെച്ച് തൂക്കുന്നതിനെക്കാട്ടിയിട്ടാണ് ഈ ബ്രഷ് ഇട്ട് തൂക്കുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തൂത്ത് കിട്ടും. കുറേ നാൾക്ക് ഈ ബ്രഷ് ഇട്ട് ഞാൻ തൂക്കുന്നത് ഇപ്പം റൂം തുടച്ചിട്ടത് പോലെയാണ് മുറ്റം കിടക്കുന്നത് കേട്ടോ. കുറച്ച് നേരത്തേക്കേ ഉള്ളൂ സിറ്റ് ഔട്ട് തുടച്ചായിരുന്നു. അതിൻ്റെ അതൊന്നും പെട്ടെന്ന് എടുത്തില്ല. അപ്പോൾ മാറ്റൊക്കെ തുടങ്ങിയിട്ട് അങ്ങനെ ഞാൻ മാറ്റൊക്കെ വിരിച്ചിട്ടു. ആ സമയത്ത് നല്ല വെയിലാണ്. ഞാൻ ഈ വീഡിയോ പറയുന്ന സമയത്തും ഇവിടെ തകർത്ത് മഴയാണ് പെയ്യുന്നത് കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ ഇടിയും മിന്നലും മഴയായിരിക്കും കേട്ടോ.